ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവമക്കളെ, നാം ചിന്തിച്ചു വന്ന ഭാഗം ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടം എന്നുള്ളതാണ്. ജയാളികളായി ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നാം കണ്ടു. അത് അന്ധകാര ശക്തികളായ പിശാചിനോടും അവൻ്റെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഇഷ്ടാത്മസേനയോടും അത്രേ നമ്മുടെ പോരാട്ടം. മനുഷ്യരോടല്ല, ഈ ലോകത്തെ മനുഷ്യരോടല്ല. ഒരു ഭവനത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് വലിയ പോരാട്ടമാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരോട് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതായ പകയോ വിദ്വേഷമോ അതെല്ലാം പോരാട്ടമാണ് എന്ന് നാം ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അത് നമ്മുടെ ബലഹീനതയാണ് നമ്മിലുള്ളത്, പാപമാണത്. എന്നാൽ ശത്രുവിനോടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ ജഡത്തോടും സ്വയത്തോടും പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ സ്വന്തമായ ഇച്ഛകളോടും നമ്മുടെ തന്നിഷ്ടങ്ങളോടും നമ്മുടെ മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധങ്ങളിലുള്ള ആ കുറവുകൾ അല്ലെങ്കിൽ ആ വിടവുകൾ വരുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെയെല്ലാം നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തിയാണ് നമുക്ക് ഈ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ അവിടെ പോരാടുന്നത് പിശാചിനോടാണ്, പാപത്തോടാണ്, ലോകത്തോടാണ്, ജഡത്തോടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ പോരാട്ടത്തിൻ്റെ ആയുധങ്ങളും ഒക്കെ നാം കഴിഞ്ഞ പ്രസംഗത്തിൽ നാം ചിന്തിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് ജയിക്കാനുള്ള ആയുധങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നാം അന്ന് കാണുകയുണ്ടായി. ദൈവത്തിൻ്റെ സ്തോത്രം. നാം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം, നീതി എന്ന കവചം ധരിച്ച് നിൽക്കണം, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കണം, ആത്മാവിൻ്റെ വാൾ ആയ വചനം നാം സ്വീകരിക്കണം, വചനം നാം ആയുധമായി ശത്രുവിനെ വെട്ടാൻ ഉപയോഗിക്കണം. ഇതെല്ലാമാണ് നമ്മുടെ ആയുധങ്ങൾ, പോരിൻ്റെ ആയുധങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം പിശാചിനോട് പോരാടി നിൽക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പോരാടി നിന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാനൊക്കെയുള്ളൂ. നമ്മുടെ സ്വയത്തോടും ജഡത്തോടും നമ്മുടെ ലോകമാനത്തോടും ലോകമയത്വം എന്ന പാപത്തോടും പിശാചിനോടും എതിർത്ത് നിൽക്കാനുള്ള നമ്മുടെ ശക്തി അത് കർത്താവ് തരുന്നതാണ്. കർത്താവാണ് നമുക്കതെല്ലാം സാധ്യമാക്കി തരുന്നത് എന്ന് നാം കണ്ടു. ദൈവത്തിന് സ്തോത്രം. കാരണം ഇതെല്ലാം മക്കൾക്ക് ദൈവം തരുന്ന അവകാശമാണ്. മക്കളെങ്കിൽ അവകാശികളാണ്, സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ദൈവം മുന്നമേ അതിന് മുദ്രയിട്ടു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ, തിരുരക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, ജീവിതം കർത്താവിന് സമർപ്പിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. പുത്രസ്വീകാരത്തിൻ്റെ മുദ്ര, തൻ്റെ സ്വന്തം മകനായി നമ്മെ മകളായി അംഗീകരിച്ചതിൻ്റെ മുദ്ര. ആ മുദ്രയിട്ട് സ്വന്തം മകനാക്കി ദൈവം അംഗീകരിച്ചു. അങ്ങനെ നാം മക്കളായി തീർന്നു. കർത്താവ് നമ്മളെ മക്കളാക്കി, അവരെ സ്വന്തം മക്കളാക്കി തീർത്തു. അവൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളാകാനുള്ള മുദ്ര അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ മുദ്ര മാഞ്ഞു പോകാതെ, നാം പാപത്തിന് അടിമപ്പെടാതെ പിശാചിനോട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയാൽ, ജയാളികളായി നിന്നാൽ, കർത്താവ് നമുക്ക് ഒരുക്കുന്ന മക്കളെന്ന നിലയ്ക്ക് അപ്പം പണിയുന്ന ഭവനത്തിൽ നമുക്ക് എത്തിപ്പെടാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മെ മക്കളെ ചേർക്കാനാണ് യേശു വരുന്നത്. മക്കൾക്ക് വേണ്ടി പണിതിരിക്കുന്ന ഭവനത്തിലേക്ക് മക്കളെ ചേർക്കാനാണ് ഇനി കർത്താവ് രണ്ടാമത് വരുന്നത്. അതിനുവേണ്ടി നാം മക്കളായി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഒരുക്കത്തോടെ ജീവിക്കണം. പിശാചിനോട് നാം പോരാടി ജയാളികളായി നിൽക്കണം. പാപത്തോട് പോരാടണം. ഇങ്ങനെയുള്ള സ്ട്രഗിൾ, ആ പോരാട്ടം ക്രിസ്തീയ ജീവിതത്തിലുണ്ട് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ദൈവത്തിൻ്റെ അവകാശി,
ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി. ക്രിസ്തു മൂത്ത സഹോദരൻ, നാം ഇളയ സഹോദരന്മാർ. ക്രിസ്തു ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി. ഇനി അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ മക്കളായ നാമും ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടെ സ്വർഗത്തിലിരിക്കും. അപ്പോൾ അപ്പൻ്റെ സ്വത്തിന് നാം അവകാശികളാകും. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ത് വലിയ പദവിയാണ് പ്രിയപ്പെട്ടവർ. നമ്മുടെ പദവി നാം മനസ്സിലാക്കുന്നില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി, സ്വർഗത്തിൻ്റെ പൗരൻ, ദൈവത്തിൻ്റെ മകൻ, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി, ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൻ്റെ അവകാശം ദൈവം തന്നിരിക്കുന്നു. അതിന് കൊടുത്ത വിലയോ സ്വന്തം പുത്രൻ്റെ രക്തം. ഇത് നാം അംഗീകരിക്കണം പ്രിയപ്പെട്ടവർ, ഹൃദയത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിന് കൂട്ടവകാശികളായ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഈ അവകാശം പ്രാപിക്കണമെങ്കിൽ എന്തു വേണം? അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. ഇഫ് വി ഹാവ് ടു ഷെയർ ഹിസ് ഗ്ലോറി, വി മസ്റ്റ് ഓൾസോ ഷെയർ ഹിസ് സഫറിങ്. ഇഫ് വി ഹാവ് ടു ഷെയർ ഹിസ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിൻ്റെ മഹത്വം, അത് നമുക്ക് അവകാശമാക്കണമെങ്കിൽ എന്തു ചെയ്യണം? നാം വി മസ്റ്റ് ഓൾസോ ഷെയർ ഹിസ് സഫറിങ്. കഷ്ടാനുഭവത്തിന് കൂട്ടാളികളാകണം. കർത്താവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകണം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവർ കഷ്ടതകൾ വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്നതുകൊണ്ട് നമുക്ക് കഷ്ടതകൾ വരുന്നു. സ്വന്തപ്പെട്ടവരിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നോ, അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നോ, അല്ലെങ്കിൽ അയൽവക്കംകാരിൽ നിന്നോ, അല്ലെങ്കിൽ ഇടവകക്കാരിൽ നിന്നോ, അല്ലെങ്കിൽ കൂട്ടായ്മക്കാരിൽ നിന്നോ നമുക്ക് പീഡകൾ വരുന്നു, ഒറ്റപ്പെടുത്തലുകൾ വരുന്നു, പീഡകൾ വരുന്നു, കഷ്ടം വരുന്നു, കഷ്ടതകൾ വരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിന്? യേശുവിൻ്റെ നാമത്തിൽ നിന്നതുകൊണ്ട്. എങ്കിൽ നിങ്ങളൊരിക്കലും പതറണ്ട, ഒരിക്കലും ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. നാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് ഒരു നേരിയ അംശത്തിൽ പങ്കാളികളായാണ്. ഒരു നേരിയ അംശത്തിൽ യേശുവിൻ്റെ കഷ്ടാനുഭവം അതുപോലെയൊന്നും അനുഭവിക്കാനുള്ള, അതുപോലെയൊന്നും പങ്കാളികളാകാനുള്ള യാതൊരു ശക്തിയും നമുക്കില്ലല്ലോ. നാം വെറും പുഴുക്കളല്ലേ പ്രിയപ്പെട്ടവർ. നാം തകർന്ന് തരിപ്പണമായി പോവില്ലേ? എൻ്റെ യേശു സഹിച്ചത്, യേശുവിൻ്റെ ക്രൂശും, യേശുവിൻ്റെ നിന്ദയും, യേശുവിൻ്റെ പരിഹാസവും, ആ തിരുരക്തം മുഴുവനും ചങ്ക് പൊട്ടി ഒഴുകിയതും എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ യേശു അനുഭവിച്ച കഷ്ടതകൾ, നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, ആ തിരുക്കുമാരൻ, സർവ്വാണ്ഡ കടാഹങ്ങളെ നിർമ്മിച്ചവനും സ്വന്തം കരങ്ങൾ കൊണ്ട് അവയെ സൃഷ്ടിച്ച് അവയെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവൻ, ആകാശത്തെയും അതിലുള്ള സകലത്തെയും, ഭൂമിയെയും അതിലുള്ള സകലത്തെയും, പ്രിയപ്പെട്ട സമുദ്രത്തിലും അതിലുള്ള സകലത്തെയും പരിപാലിക്കുന്ന, അവർക്ക് ജീവശ്വാസം കൊടുക്കുന്ന ദൈവം, ഈ കർത്താവായ യേശു, പ്രിയപ്പെട്ടവരെ, അവനിതാ ക്രൂശിന്മേൽ പ്രിയപ്പെട്ടവരെ അവൻ തലചായ്ച്ചു കിടക്കുന്നു നിസ്സഹായനെ പോലെ. ദൈവത്തിന് സ്തോത്രം. നിസ്സാരരായ മനുഷ്യരാൽ അവൻ പരിഹാസവും നിന്ന് കേൾക്കുന്നു, കുന്തം കൊണ്ട് കുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ തിരുവിലാവിലേക്ക് കുന്തം കൊണ്ട് കുത്തി അവനെ അടിച്ചു, അവനെ തുപ്പി പരിഹസിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് കിടക്കുന്ന ആരാണിത്? നിത്യനായ ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ തിരുക്കുമാരനായ യേശു ക്രിസ്തു. എന്തിന്? അവൻ്റെ കഷ്ടാനുഭവം. അതെന്തിന്? എന്നെ അവനോടുകൂടെ സ്വർഗത്തിലിരുത്താൻ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് ഒരു ചെറിയ അംശമെങ്കിലും പങ്കാളിയാകാൻ സാധിച്ചെങ്കിൽ സന്തോഷിച്ചുകൊള്ളൂ ദൈവവേദനെ. അവൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളികളാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളിയായാൽ അവനോടുകൂടെ നമുക്ക് അവകാശവും കിട്ടും, മക്കളുടെ അവകാശവും കിട്ടും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എന്ത് വന്നോട്ടെ, പൗലോസ്ലീഹായ്ക്ക് അതല്ലേ പറയാനുള്ളത്. എന്നും വന്നോട്ടെ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും ഗ്രാമം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും ദഹിക്കണമെന്നേ എനിക്കുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഏത് കഷ്ടവും സഹിക്കാൻ തയ്യാറാണ്.
അപ്പസ്തോലന് സമർപ്പണം നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ നടത്തുന്നത്. നിങ്ങൾ ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആ പോരാട്ടമില്ലെങ്കിൽ നമുക്ക് ജയാളികളായി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. സ്വർഗരാജ്യത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച് നാം ഈ കഷ്ടങ്ങളെല്ലാം സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ്റെ അവകാശം കിട്ടുന്നത്. ആ നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, അതാണ് നമ്മുടെ കാംക്ഷയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം സന്തോഷിക്കും. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമേ ഈ രീതിയിൽ കൂടെ, ഈ കഷ്ടാനുഭവത്തിൻ്റെ വഴിയിൽ കൂടെ, ഈ കഷ്ടങ്ങളുടെ വഴിയിൽ കൂടെ മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. യേശുവിനോടുള്ള സ്നേഹം, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയുടെ നിറവ്, സ്നേഹത്തിൻ്റെ നിറവ്, അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ജയാളികളായി നിൽക്കുന്ന ദൈവമക്കളുടെ അവകാശം. വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ നിറവ്. അപ്പോഴാണ് ദൈവം നമ്മെ നോക്കി സന്തോഷിക്കുന്നത്. ഇതെല്ലാം വന്നിട്ടും ഈ ഒറ്റപ്പെടുത്തലോ പീഡയോ എന്തെല്ലാം ഉപദ്രവങ്ങളും വരുന്നു, പക്ഷേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. സ്വന്തം കുടുംബത്തിൽ തന്നെ വരട്ടെ, പക്ഷേ നമുക്ക് ഇതെല്ലാം ദൈവമേ സന്തോഷത്തോടെ സഹിക്കാൻ, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം സൈലൻ്റായിട്ട് സഫർ ചെയ്യാൻ, സഹിക്കാനായിട്ട് ഒരു തീരുമാനം വരുന്നുണ്ടോ? അതാണ് ദൈവം സന്തോഷിക്കുന്നത്. വിശുദ്ധിയുടെ നിറവ്, സ്നേഹത്തിൻ്റെ നിറവ്, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി എന്തും ഏതുമായിത്തീരാനുള്ള സമർപ്പണം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവരാണ് നിത്യജീവൻ്റെ അവകാശികളായി കർത്താവിനോട് കൂടെ നിത്യതയിലിരിക്കുന്നത്. നമുക്ക് വീണ്ടും വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അപ്പോസ്തലന് വേദന, പരിശുദ്ധാത്മാവിന് വേദനയാണ്, കരയുകയാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവ് കരയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് കരയുന്നു. എന്തിനാണ്? അനേക ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. ക്രൂശ് വഹിക്കാൻ മനസ്സില്ല, കഷ്ടത സഹിക്കാൻ മനസ്സില്ല, ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്തെങ്കിലും ചെറിയ തിക്താനുഭവം ഉണ്ടാകുമ്പോഴത്തേക്കും തകർന്നു, നിരാശ വന്നു, ഭാരം വരുന്നു, ഇഷ്ടക്കുറവ് വരുന്നു, പിറുവിറുപ്പ് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൻ്റെ ശത്രുവാണ്. ഈ ലോകത്തോടുള്ള സ്നേഹവും പറ്റുമാനവും, മറ്റുള്ളവരുടെ സ്നേഹമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരമോ കിട്ടാതെ വന്നാൽ ഉടനെ ഭാരം വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രൂശിൻ്റെ ശത്രുവാണ്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഭാര്യ ഉടനെ ആ മുഖം വീർപ്പിച്ച് അങ്ങ് നിരാശയോടെ നീരസത്തോടെ പോയി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ആ ഒരു ഭാവം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ക്രൂശിൻ്റെ ശത്രുവാണ്. അല്ല, ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഉള്ളിൽ പക പൊങ്ങുന്നു, അല്ലെങ്കിൽ കഠിനമായി ഇടപെടുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ക്രൂശിൻ്റെ ശത്രുവാണ്. ക്രൂശ് എന്ന് പറയുന്നത് സന്തോഷത്തോടെ, ഇന്ന് ദൈവമേ എനിക്ക് വരുന്നതായ എല്ലാ പ്രതികൂലങ്ങളും ദൈവികമായ ദാനമെന്നറിഞ്ഞ് എന്നെ ഉരുക്കിയെടുക്കുവാൻ, വിശുദ്ധീകരിച്ചെടുക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് അതിനെ സന്തോഷത്തോടെ സഹിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ കുരിശെന്ന് പറയുന്നത്. അതാണ് ദൈവം നമ്മിൽ കൂടി ആഗ്രഹിക്കുന്നത്. അവിടെ ജയാളിയായി സ്നേഹത്തോടെ യേശുവിൻ്റെ ഭാവത്തോടെ നമ്മൾ തലതാഴ്ത്തി നിൽക്കാൻ സാധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവികമായ ഭാവം. അത് ക്രൂശിൻ്റെ ശത്രുവാകാൻ ഒരിക്കലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അനേക ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അടുത്ത വാക്യം. അവരുടെ അവസാനം നാശം. അങ്ങനെ പോയാലുള്ള അനുഭവം എന്താണ്? ഈ ലോകത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മാനമൊക്കെ കിട്ടിയെന്ന് വരും, സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് വരും, മറ്റുള്ളവർ മാനിച്ചു എന്ന് വരും. എന്തിനു പ്രിയപ്പെട്ടവരെ? ആ പോക്ക് അവസാനം, അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ്. ഈ ഭൂമിയിൽ ആവശ്യമുള്ള വയറ് നിറയ്ക്കാനുള്ള അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളോടെ ലക്ഷറിയസ് ലൈഫ് അതൊക്കെ നയിക്കാനുള്ള ഒരു ആഡംബര ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചാൽ, പണം ഉണ്ടായാൽ, സൗകര്യങ്ങളെല്ലാം ഉണ്ടായാൽ, ഉന്നതമായ ജീവിത സൗകര്യങ്ങളെല്ലാം കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ എല്ലാം ആയി എന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ദൈവിക സന്നിധിയിൽ അതൊക്കെ ലജ്ജാകരമാണ്. ദൈവത്തിന് അതൊക്കെ ലജ്ജാകരമാണ്. ഒരു ദൈവവൈതൽ ആ രീതിയിൽ ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് ശ്രദ്ധ പോയി പറ്റുമാനം ഭൂമിയിലേക്കായി നിന്നാൽ
ദൈവം ലജ്ജിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം ലജ്ജിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ തല കുനിക്കുന്നതാണത്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവർ ഭൂമിയിലുള്ളത്, നാശത്തിലേക്ക് പോകുന്നവർ, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്തോത്രം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗമാണ് നമ്മുടെ ലാക്ക്. അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ നോക്കിയാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒരു ശുദ്ധ ഹൃദയത്തിൻ്റെ ആ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഒരു ശുദ്ധ ഹൃദയം പ്രാപിച്ച് ദൈവികമായ സ്വർഗീയ അനുഭവത്തിന് നാം പങ്കാളികളായി തീരേണ്ടിയിരിക്കുന്നു. അതിനാണ് ദൈവം നമ്മെ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായം, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗങ്ങളിൽ നിന്നല്ലയോ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗങ്ങളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു. ഒന്നും സാധിക്കുന്നില്ല. ഒന്നും സാധിക്കുന്നില്ല. എന്നിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല. യാചിക്കായോണ്ട് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്തിനാണ്? നിങ്ങളുടെ മെയിൻ പ്രാർത്ഥനാ വിഷയം എന്താണ്? നമ്മളുടെ പെറ്റീഷൻസ്, നമ്മുടെ ക്ലെയിംസ് എല്ലാം ദൈവത്തോട് അറിയിക്കാനുള്ള സമയമാണ് പലരുടെയും പ്രാർത്ഥന. അതല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം വേറെ. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക്, നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക്, ജഡീകമായ ഇച്ഛകൾക്ക് ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു. തുടരെ ദൈവത്തോട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഉപവാസവും നോമ്പും എടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ ദൈവം സർവശക്തനാണ്. എന്നെ വിളിച്ചവൻ എൻ്റെ കാര്യം നോക്കാൻ ശക്തനാണ്. ഞാനിത് എൻ്റെ ദൈവത്തോട് അറിയിക്കുന്നു. അത്രമാത്രം. കർത്താവേ, എനിക്ക് എന്നെ ആവശ്യമുണ്ട്. നിനക്കറിയാമല്ലോ, എനിക്ക് ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, എനിക്ക് ആവശ്യത്തിന് വസ്ത്രമില്ല, ദൈവം നല്ലൊരു വീടില്ല, കയറി കിടക്കാൻ ഒരു വീടില്ല. കർത്താവേ, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ പൈസയില്ല. ദൈവമേ, കടബാധ്യത കൂടി വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ ഉണർത്തിക്കൊണ്ട് നിങ്ങൾ നെടുമ്പാട് വീട് കിടന്ന് എന്നും കരഞ്ഞ്, പ്രിയപ്പെട്ടവരെ, അത് തന്നെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിൻ്റെ ദൈവം, മോനെ, ഇത് ആവശ്യങ്ങളെല്ലാം നിനക്കുണ്ടെന്ന് ദൈവം അറിയുന്നു. നിൻ്റെ ഓരോരോ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും എല്ലാം അറിയുന്ന ദൈവം, നിൻ്റെ ഓരോ ചലനവും അറിയുന്ന ദൈവം, നിൻ്റെ ഓരോ സ്റ്റെപ്പും അറിയുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു. എൻ്റെ യേശുവിന് നിന്നെ സ്നേഹമാണ്. യേശുവിന് എന്നോട് ഇഷ്ടമാണ്. എൻ്റെ യേശു എന്നെ അറിയുന്നു. എൻ്റെ യേശു എൻ്റെ ഭാരങ്ങൾ അറിയുന്നു, എൻ്റെ വേദനകൾ അറിയുന്നു, എൻ്റെ രോഗമറിയുന്നു, എൻ്റെ മക്കളുടെ കാര്യം അറിയുന്നു. എൻ്റെ യേശു ഇതെല്ലാം അറിയുന്നു. കാരണം അവരെന്നോട് സ്നേഹമാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കർത്താവേ, നീ ഒന്ന് നോക്കിയാൽ മതിയല്ലോ, ഇതെല്ലാം എനിക്ക് തീർന്നു കിട്ടുമല്ലോ, എനിക്ക് സൗഖ്യം കിട്ടുമല്ലോ, സമാധാനം കിട്ടുമല്ലോ, സന്തോഷം കിട്ടുകയല്ലോ. എൻ്റെ ഈ വിഷയത്തിൽ കർത്താവേ, പൊന്നുകര വന്ന് വെക്കണമേ കർത്താവേ, അത് മതി കർത്താവേ. എൻ്റെ കർത്താവേ, ഇല്ലെങ്കിലും ഞാൻ എന്നും നിൻ്റെ മാത്രം വകയായിരിക്കും. ഞാൻ നിൻ്റെ ഓമന മകനായിരിക്കും, ഞാൻ നിൻ്റെ ഓമന മകളായിരിക്കും കർത്താവേ. അതിന് മാറ്റമൊന്നുമില്ല. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ദൈവമേ, ഇതൊന്ന് എനിക്കൊരു പരിഹരിച്ച് തരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനൊരു ജോലി തരണമേ. എൻ്റെ കുഞ്ഞിൻ്റെ രോഗം ഒന്ന് മാറ്റി തരണമേ. എൻ്റെ കുഞ്ഞിന് ഉന്നതമായ ഒരു ജയം തരണമേ കർത്താവേ. എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറ്റി തരണമേ കർത്താവേ. എൻ്റെ ദൈവമേ, നിനക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് വിഷയം തരുന്നു. ഞാനിത് അത് എടുക്കുകയില്ല കർത്താവേ. അതെടുത്ത് ഞാൻ ചുമക്കാനല്ലല്ലോ നീ ആഗ്രഹിക്കുന്നത്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക എന്നല്ലേ നീ പറഞ്ഞത്. അവൻ നിന്നെ പുലർത്തുമെന്നല്ലേ നീ പറഞ്ഞത്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലോ അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ, യേശുവേ, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമേ, അതുകൊണ്ട് നീ
എനിക്ക് വേണ്ടി കരുതുന്നു, നീയാണ് എനിക്ക് വേണ്ടി കരുതുന്നത്. അതുകൊണ്ട് ദൈവമേ, എൻ്റെ സകല ചിന്താകുലവും ഞാൻ നിങ്കിലേക്ക് ഇട്ടു തരുന്നു. സ്വസ്ഥമായിരിക്കൂ പ്രിയരെ, തൃപ്പാദം പൊത്തിക്കൊണ്ടിരിക്കൂ, അവനെ ആരാധിച്ചുകൊണ്ടിരിക്കൂ, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കൂ, യേശുവിനെ ഹൃദയം കൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കൂ, ഹൃദയം കൊണ്ട് അവനെ സ്നേഹിക്കൂ. പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി എല്ലാം സഹിച്ച കർത്താവ്, നിന്നെ വീണ്ടെടുത്ത കർത്താവ്, നിത്യജീവന് വേണ്ടി നിന്നെ ഒരുക്കുന്ന കർത്താവ്, ഇതെല്ലാം നിന്നെ ചെത്തി വെടിപ്പാക്കി തനിക്ക് കൊള്ളാവുന്നവനായി മാറ്റാനുള്ള ദൈവത്തിൻ്റെ അധ്വാനമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിത്താണിരിക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വല്ലാതെ യാചിക്കുകയല്ല, വിശ്വാസത്തോടെ പ്രാണപ്രിയൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു, ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ലോകസ്നേഹം, ലോകമാണെല്ലാം, ലോകത്തിൻ്റെ ആവശ്യങ്ങൾ, ലോകത്തിൻ്റെ ഭാരങ്ങൾ, ലോകത്തിൻ്റെ ഉന്നതനാകാനുള്ള, ലോകത്തിൽ ഉന്നതനാകാനുള്ള ആഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ലോകസ്നേഹം അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് എന്താണ്? വ്യഭിചാരിണികളായുള്ളവരെ. എന്താണ് വ്യഭിചാരണം? നിൻ്റെ അരിമനാഥനായ ക്രിസ്തുവിൽ നിന്ന്, നിൻ്റെ മണവാളനായ യേശുവിൽ നിന്ന്, നിൻ്റെ അരിമ മണവാളനിൽ നിന്ന് നിൻ്റെ മനസ്സ് മാറിപ്പോയല്ലോ, അവനിലേക്കുള്ള ഏകാഗ്രത മാറിപ്പോയല്ലോ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നീ വഷളായി പോയല്ലോ, നീ വ്യഭിചാരിണിയായി മാറിയല്ലോ എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകസ്നേഹവും സ്വയവും ജഡവും എല്ലാം വിട്ട് യേശുവിലേക്ക് തിരിയണം. നാം ഒരു പുതിയ ജീവിതം തുടങ്ങണം. നമ്മുടെ ആ ജീവിതം ക്രൂശൻ ചൂട്ടിലേക്ക് അർപ്പിച്ച് യേശുവിന് പ്രസാദകരമായ ജീവിതം കർത്താവേ ഇനിമേൽ ഞാൻ നയിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ച് യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള ഏതാനും വാക്യങ്ങൾ വായിക്കാം. ഗലാത്യർ 5-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ എന്നാൽ നിങ്ങൾ പറയുന്നു. ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. ജഡവും ആത്മാവും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. ലോകസ്നേഹം ആത്മാവിൻ്റെ ശത്രുവാണ്, ദൈവത്തോട് ശത്രുത്വമാണ്. അതുപോലെ ഈ ആത്മാവും ജഡവും രണ്ടും പരസ്പര വിരുദ്ധമാണ്, ശത്രുത്വമാണ്. പിന്നെ നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അത് തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും നിയമങ്ങളോ മര്യാദകളോ ഒന്നുമല്ല നിങ്ങളെ പിന്നെ ഭരിക്കേണ്ടത്. പിന്നെന്താണ്? ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഇതൊക്കെ ഏതാണ്? ജഡത്തിൻ്റെ ചിന്ത, ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. നാം ജഡീകരാണോ എന്ന് അറിയണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ടോ, ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ്, ഏതെങ്കിലും ഒരു വശം, ഇതിലേതെങ്കിലും ഒന്ന് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ, നമ്മിൽ മുറുകെ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞാൻ ജഡീകനാണോ എന്നറിയാം. ദുർനടപ്പുണ്ടോ, അശുദ്ധമായ ലൈംഗികമായ കാര്യങ്ങളുടെ പുറകെ പോകുന്ന നടപ്പ്, അശുദ്ധിയുണ്ടോ, ദുഷ്കാമമുണ്ടോ, വിഗ്രഹാരാധനയുണ്ടോ, ആഭിചാരമുണ്ടോ? വിഗ്രഹാരാധന സത്യദൈവത്തെ അല്ലാതെ ഈ ലോകത്ത് മറ്റേ യേശുവിനേക്കാൾ കൂടുതൽ എന്തിനെങ്കിലും സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. ആഭിചാരം, പ്രിയപ്പെട്ടവരെ, അത് ഈ കൂടോത്രം മുതലായ കാര്യങ്ങൾ, ആഭിചാരം ദൈവത്തിൻ്റെ ഉള്ളം വേദനിപ്പിക്കുന്നതായ അവിശ്വാസത്തിൽ നിന്ന് വരുന്നതായ കാര്യങ്ങളാണതെല്ലാം. പക, പിണക്കം, ജാരശങ്ക, ക്രോധം. ജാരശങ്ക, മറ്റുള്ളവരെ സംശയിക്കുന്നു. ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഞാൻ പിടിക്കുന്ന കാര്യം, ഞാൻ പിടിക്കുന്ന പക്ഷം ജയിക്കണമെന്നുള്ള ദുശാഠ്യം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, രണ്ടു വശവും പിടിക്കുക. പ്രിയപ്പെട്ടവർ, സത്യത്തിന് വേണ്ടി നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നു. ദ്വന്ദ്വപക്ഷം, ദൈവത്തിന് സ്തോത്രം. ഭിന്നത,
അസൂയ, മറ്റുള്ളവരുമായി എപ്പോഴും ഭിന്നത, അസൂയ, മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇവയെല്ലാം ജഡത്തിൻ്റെ പ്രവർത്തികളാണ്. ജഡത്തിൻ്റെ പ്രവർത്തികൾ. ഞാനൊരു ജഡീകനാണോ എന്ന് തിരിച്ചറിയാൻ ഇത് നോക്കിയാൽ മതി പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം പരിശോധിക്കേണ്ടത്, ഞാനൊരു ആത്മീയനാണോ? ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവൻ ദൈവത്തിനുള്ളവനാണ്. നിൻ്റെ അവകാശം സ്വർഗമാണ്. ആ ദൈവത്തിനുള്ളവനാണോ ഞാൻ ആത്മീയനാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം തന്നെ അതിൻ്റെ അടുത്ത വാക്യം. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇതിലേതെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം സ്വർഗരാജ്യത്തിലെ അവകാശികളാകുകയില്ല എന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോഴത്തെ ആത്മാവിന്റെ ഫലമോ? എന്നാൽ എന്നിലുള്ള ഫലം എന്താണ്? ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതെങ്കിലും ആണോ എന്നെ ഭരിക്കുന്നതെന്ന് ചിന്തിച്ചു കൊടുക്കുക. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, അവയവങ്ങളിന്മേലുള്ള ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് തീരുമാനിക്കുന്നു? ജഡത്തെ ക്രൂശിക്കാൻ വല്ല പദ്ധതി ഉണ്ടോ? ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ക്രൂശിൻ ചുവട്ടിൽ നിന്ന് തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ജഡത്തെ ക്രൂശിച്ചു തരാൻ ദൈവത്തോട് അപേക്ഷിക്കൂ. ദൈവമേ, ഈ ജഡീയമായ ഈ പൈശാചികമായ പ്രവണതകൾ എന്നിലുണ്ടല്ലോ കർത്താവേ, എന്നിൽ ആത്മാവിൻ്റെ ഫലങ്ങളല്ലല്ലോ ഇന്ന് പുറപ്പെട്ടു വരുന്നത്. എല്ലാം ജഡത്തിൻ്റെ ചിന്തയാണല്ലോ, ജഡീയമായ വാസനകളാണല്ലോ. ദൈവമേ, ഈ ജഡത്തെ ഒന്ന് ക്രൂശിച്ച് തരണമേ. എന്നെ ഒരു ജയാളിയാക്കണമേ. ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച രക്ഷക, ക്രൂശിൽ ചൊന്ന രക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്ത എൻ്റെ പ്രാണപ്രിയനായ യേശുവേ, നീ ക്രൂശിൽ കൈവരിച്ചതായ ജയം എനിക്ക് അവകാശമായി കിട്ടുവാൻ തക്കവണ്ണം ഇതാ ദൈവമേ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും സമ്പൂർണ്ണമായ യേശുവേ തൃക്കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. കർത്താവേ, എന്നെ നിനക്ക് തരുന്നു, എന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ആ തൃപ്പാദം ഞാൻ മൊത്തട്ടെ കർത്താവേ. എനിക്കിനി വേറൊരു പദ്ധതിയില്ല. എനിക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകണം. യേശുവിൻ്റെ രാജ്യത്തിൽ എത്തണം. നീ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ എനിക്ക് എത്തണം. യേശുവിൻ്റെ പൊന്നുമുഖം കാണണം. ദൈവമേ, എനിക്കൊരു വിശുദ്ധനാകണം. ഒരു ഹൃദയശുദ്ധി പ്രാപിച്ച് ശുദ്ധമായ ഹൃദയത്തോടുകൂടെ ഒരു വിശുദ്ധനായി ദൈവമേ യേശുവിനോടുള്ള ആ സ്നേഹത്താൽ നിറഞ്ഞ് എനിക്ക് സ്വർഗരാജ്യത്തിൽ എത്തണം കർത്താവേ. അതിനായി എന്നെ ഇതാ സമർപ്പിക്കുന്നു. എൻ്റെ മേൽ തൃക്കരം വെക്കണമേ. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. ലോകത്തോടുള്ള പറ്റുമാനങ്ങൾ മാറ്റണമേ. എന്നിൽ മറന്നെടുക്കുന്ന പാപങ്ങളെ കർത്താവേ സ്വർഗത്തിൽ തീ ഇറങ്ങി കത്തിച്ച് കളയണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ആ തിരുരക്തം ഒരു തുള്ളി എൻ്റെ മേലൊന്ന് വീഴിക്കണമേ. ആ തൃക്കരവൻ്റെ ശിരസിലൊന്ന് വെച്ച് കർത്താവേ ആ തിരുരക്തം എൻ്റെ ശിരകളിൽ കൂടി ഒഴുകണമേ. അനുഗ്രഹിക്കണമേ ദൈവമേ. പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നിറഞ്ഞു കർത്താവേ നിന്നെ വാഴ്ത്തിപ്പാടി സ്തുതിക്കാൻ എനിക്ക് കൃപ തരണമേ. യേശുവേ സ്തുതി. എൻ്റെ കർത്താവേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ കർത്താവേ. എൻ്റെ ചങ്കിലേക്ക് എഴുന്നള്ളി വന്ന് എന്നെ ഭരിക്കണമേ, നിയന്ത്രിക്കണമേ. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി എന്നെ തീർക്കണമേ. അടിയനതാ വരുന്നു, അടിയനെ സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ കരുണയുള്ള ദൈവമേ, അൻപുള്ള രക്ഷിതാവേ, അടിയനെ നിനക്ക് തരുന്നു കർത്താവേ. ഞങ്ങൾക്കുള്ള സകലത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, അടിയൻ്റെ യാതന നീ കേൾക്കണമേ കർത്താവേ. എന്നെ വിശുദ്ധനാക്കണമേ, എന്നെ കഴുകണമേ, രാജ്യത്തിന് അവകാശിയാക്കി തീർക്കണമേ. നിത്യജീവൻ്റെ അവകാശിയാക്കി എന്നെ തീർക്കണമേ. സകല നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.